Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് 3 തരം വെറൈറ്റി ആയിട്ടുള്ള മസ്ക ബണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഞാൻ സെയിൽ ചെയ്യുന്ന റെസിപ്പിയാണ് ഇതൊക്കെ. റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് ഓരോരുത്തരും ഓരോ മെത്തേഡിലായിരിക്കും ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കൂടി ഷെയർ ചെയ്ത് തരുന്നുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാലോ, ബട്ടറാണ്. ബട്ടറിനെയാണ് മസ്ക എന്ന് അറിയപ്പെടുന്നുള്ളത്. ബട്ടർ ബണ്ണിനെ മസ്ക ബണ്ണെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുള്ളത് ഒരു 25 ബണ്ണിലേക്കുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 300 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ബട്ടറിൻ്റെ പാക്കറ്റ് 100 ഗ്രാമാണ് ഉള്ളത് ഒന്നിൽ. അങ്ങനെ ഇതിലേക്ക് മിൽക്ക് പെയ്ഡില്ലേ, കണ്ടൻസ്ഡ് മിൽക്ക്, അത് ഒരു ടിന്ന് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 397 398 അങ്ങനെ എന്തോല്ലേ ഗ്രാം വരുന്നുള്ളൂ, 400 കംപ്ലീറ്റ് ആയിട്ട് വരുന്നില്ലല്ലേ. അപ്പോൾ അതിലേക്ക് വനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് 125 ഗ്രാം ക്രീമില്ലേ, ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത്, തിക്ക് ക്രീം ഉണ്ടെങ്കിൽ അതുകൂടി ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം, എന്നാലേ അതിന് മധുരം ബാലൻസ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. മധുരം കുറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. അപ്പോൾ ഇതെങ്കിൽ പെർഫെക്റ്റ് മധുരമാണ് ഇതിലേക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്കൊന്ന് വിസ്ക് വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ നമുക്കൊരു നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ അത് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതാ ഇത്രയും ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഓരോ ബണ്ണിനെ ഇതുപോലെ നടുവിൽ മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ല പോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ക്രീം ടെക്സ്ചറൊക്കെ ഓരോ ബൈറ്റ്സ് കടിക്കുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഫീലിങ്സ് കിട്ടുന്നുള്ളത്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഇപ്പോൾ വൈറലായിട്ടുള്ളത് എല്ലാവർക്കും അറിയാലോ, ഇറാനി ചായയുടെ കൂടെ കഴിക്കുന്നതാണ്. അത് ഇറാനി ചായ ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ നോർമൽ ചായ ആണെങ്കിലും പാൽ ചായ ഏതോ ആണെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കലെങ്കിലും കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഇതിനേക്കാളും ഓവറായിട്ട് മധുരം കഴിക്കുന്ന മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വേറെ 2 റെസിപ്പി കൂടി ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഈ ബോക്സിൽ 12 പീസ് പിടിക്കുന്നുണ്ട്, താഴെ 6 മേലെ 6 അങ്ങനെ 12 പീസ് വെച്ചിട്ട് കൊടുക്കുന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ പിസ്താച്ചിയോൻ്റെയും ഫ്ലേവറിൽ കൂടിയിട്ട് ഞാൻ ഇതുണ്ടാക്കുന്നുണ്ട്. ആദ്യം ഇതിലേക്ക് നമ്മളുടെ ആ മസ്ക ക്രീമില്ലേ, ബട്ടർ ക്രീം, ആ ക്രീം ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഫുള്ള് സ്പ്രെഡായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ നമ്മൾ ഇതിലേക്ക് ഈ ക്രീം തേച്ച് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നുള്ളത്. അതുപോരാതെ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ടുള്ള ബണ്ണ് കിട്ടും. ഇവിടെ പക്ഷെ അത്ര നമുക്ക് വിചാരിച്ച സൈസിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിസിമിൻ സീഡുള്ള ഈ ബർഗർ ബണ്ണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് നല്ല പോലെ ഈ പിസ്താച്ചിയോൻ്റെ ക്രീമും ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുനാഫ ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒക്കെ ആക്കിയെടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് സേമിയ നല്ല പോലെ വറുത്ത സേമിയ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതിൻ്റെ മേലെ കയറ്റി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ കാണുമ്പോഴും കടിക്കുമ്പോൾ നല്ല കറുമുറായിട്ട് ക്രിസ്പി ആയിട്ട് ഇരിക്കും. അപ്പോൾ അതൊരു വെറൈറ്റി തന്നെയാണ്. എന്തായാലും സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മസ്ക ബണ്ണ് മാത്രമല്ലാതെ അതിൻ്റെ കൂടെ 2 ഡിഫറെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ കാണുന്നവർക്കും നമുക്ക് കഴിക്കുന്ന നമുക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അത് വെർമിസെലിയിലെ നല്ല നേരിയ വെർമിസെലി, അതിനെ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളത്.
ഇതാ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റും ഒന്ന് ചെയ്തെടുക്കാം. അത് ചോക്ലേറ്റിലുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. അതിലേക്കും നമുക്ക് സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ മസ്ക മൊത്തത്തിലായിട്ട് നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് ചോക്ലേറ്റും കൂടി അതിലേക്ക് നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സെയിം മറ്റേ പിസ്താച്ചോൻ്റെ ചെയ്തില്ലേ അതേപോലെ തന്നെ ആക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നോർമലാണെങ്കിൽ മസ്ക ബണ്ണിൽ 2 സൈഡിലും ബട്ടർ ക്രീം തന്നെയാണ് തേച്ച് കൊടുക്കുന്നുള്ളത്. ഓരോരുത്തർ ഓരോ ശൈലിയിലായിരിക്കും ഉണ്ടാക്കുന്നുള്ളത് മസ്കിൻ്റെ ക്രീം. അപ്പോൾ ആ മസ്ക ക്രീം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചതല്ലേ, അതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആവുക. വെറുതെ തന്നെ നമുക്ക് കഴിക്കുകയാണെങ്കിൽ ചായ ഒന്നും വേണില്ല. ഇത് ബണ്ണ് ഇഷ്ടപ്പെടാത്തവർ കൂടി ഇത് കഴിച്ചു പോകും. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ബട്ടർ ബണ്ണ്, മസ്ക ബണ്ണിൻ്റെത്. ഇത് ഒരു തവണയെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക്. ബണ്ണൊക്കെ നമുക്ക് സുലഭമായിട്ട് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുമല്ലേ. അപ്പോൾ ഇത് ഞാൻ ചോക്ലേറ്റ് തന്നെയാണ് പുറത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടും. ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.